ഇന്ന് ഇന്ന് രാവിലെ കഴിക്കാൻ ഉണക്കക്കപ്പയും ചിക്കൻ കറിയുമാണ്. ഉണക്കക്കപ്പ അരച്ചൊന്നും തേങ്ങ അരച്ച് വെക്കുന്നില്ല. തേങ്ങ ചുമ്മാ ചിരണ്ടിയിട്ട് പിന്നെ കടുകും പൊട്ടിച്ച് വെളുത്തുള്ളി പച്ചമുളകൊക്കെ വാട്ടി കരിയാപ്പിലയൊക്കെ ഇട്ട് കടയിൽ വെക്കുന്ന പോലെ തന്നെ ഡയറക്റ്റ് ചേർത്ത് കൊടുത്ത് ഇളക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ എണ്ണയില്ലായിരുന്നു. എണ്ണ ഞാൻ പിന്നെ കുപ്പിയിലോട്ട് പകർത്തി വെച്ചു. പിന്നെ ഇത് ചിക്കൻ കറിക്ക് കുറച്ച് ഗ്രേവിയും കൂടെ കുറവുണ്ടായിരുന്നു. അതിന് ചേർക്കാൻ വേണ്ടി സവോളയും ചേർത്ത് കൊടുക്കുന്നില്ല. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാല അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് ചാറാക്കി കേട്ടോ. അങ്ങനെ കപ്പയ്ക്ക് ചാറ് വേണേ. അതിന് കപ്പ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ നല്ലതായിട്ട് കുഴച്ച് ഇറക്കി എടുത്തു. ഇങ്ങനെ വെച്ചാൽ അടിപൊളി ടേസ്റ്റ് കേട്ടോ. അരച്ച് ചേർക്കണമെന്നൊന്നുമില്ല. പിന്നെ ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടി മിക്കപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ കുഞ്ഞിനെ ഞാൻ കുളിപ്പിച്ചുകൊണ്ട് വന്നിട്ട് കുറച്ച് പാലൊക്കെ കൊടുത്ത് കൂർക്കൊക്കെ കൊടുത്തിട്ട് അവിടെ ഇരുത്തിയതാണ്. കുഞ്ഞിനെ അടുക്കളയാണ് ഈ സമയം അടുക്കള തുടച്ചിട്ടേക്ക് പോയതുകൊണ്ട് തന്നെ വീഴുമെന്ന് പേടിയുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിന് അത് അരിപ്പാത്രമാണ്, അത് തട്ടിക്കൊണ്ട് നടക്കുവാണ് ഇപ്പോൾ പ്രധാന പരിപാടി. പിന്നെ അടുക്കള വന്നുള്ള പാത്രവും തവിയെല്ലാം പെറുക്കിക്കൊണ്ട് പോകും. കണ്ടില്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ചേട്ടായി നോക്കുമ്പോൾ ഒരു തവി പോലും കാണുന്നില്ലായിരുന്നു. എന്നെ എന്നിട്ട് വഴക്കോട് കിടന്നു നോക്കിയപ്പോൾ കുടത്തിൽ കിടക്കുമായിരുന്നു. എല്ലാം കുഞ്ഞനാണ് പെറുക്കിയിടുന്നതാണേ. ഭയങ്കര കുരുത്തക്കേട് നാശമാണ്. പിച്ചോട് അറിവായത്. ഞാൻ മിറ്റം ഓടിക്കാൻ പോയ സമയം ചേട്ടായി പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകി ഹെൽപ്പ് ചെയ്തു കേട്ടോ. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പരിപാടിക്കൊക്കെ എനിക്ക് കൂടും. കാരണം എല്ലാം കൂടെ ഒറ്റയടിക്ക് എന്നെക്കൊണ്ട് പറ്റുകയില്ല. പിന്നെ കുഞ്ഞിനെ നോട്ടം തന്നെ നല്ലൊരു പരിപാടിയാണ്. കാരണം ചില സമയത്ത് ഭയങ്കര അലമ്പാണ്. പിന്നെ ചേട്ടാ എന്നാ പണി ചെയ്തെന്ന് പറഞ്ഞാലും ഫോൺ ഓണാക്കി വെച്ച് പഴയ സിനിമയൊക്കെ കണ്ടുകൊണ്ടേ ചെയ്യുള്ളൂ. പിന്നെ വെയിലൊന്നും അധികം രാവിലെ വന്നിട്ടുണ്ടായിരുന്നില്ല, മൂടി നിൽക്കുമായിരുന്നു. പിന്നെ തുണിയൊക്കെ കുറച്ച് അലക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം എൻ്റെ ചെടികളാട്ടോ, ഹാങ്ങിങ്സ് ആണ്. ഇതെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നു പോയിട്ടുണ്ട്. മഴ തുടങ്ങിയത് കൊണ്ട് തന്നെ നിൽക്കുന്ന കാണാൻ പൂവൊക്കെയാണ് നല്ല രസം. എൻ്റെ ഫേവറേറ്റ് ചെടി റോസ് പൂവുള്ള നല്ല രസമാണ് കാണാൻ. ഇഷ്ടംപോലെ പൂവൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ റെഡ് കളർ പൂവും പിന്നെ ഇതും പുതിയ പുതിയ ഹാങ്ങിങ്സ് ആണ്. ഞാൻ നട്ടു വെച്ചതാണ്. പിന്നെ ഇതൊക്കെ ജമന്തി, ഈ ചെടിയെല്ലാം ചേട്ടാടെയാണ്. പിന്നെ ചേട്ടായി നട്ട കപ്പയെല്ലാം നന്നായിട്ട് വളർന്നിട്ടുണ്ടായി. ഇടക്കൃഷിയായിട്ട് ഞാൻ ചീര നട്ടു വെച്ചിട്ടുണ്ട്. ചീരയും പിന്നെ വഴുതനയും നട്ടിട്ടുണ്ട്. എനിക്കെന്നാ വോയിസ് ചെയ്യുമ്പോൾ ഇടയ്ക്കൊക്കെ തെറ്റിപ്പോവും. പിന്നെ ഈ ചീര കൊണ്ട് വെച്ചാണ് വഴുതന അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നു വരാൻ തുടങ്ങി. ചെറിയ 2-3 അരികൾ ഞാൻ പാകിയതായിരുന്നു കേട്ടോ. പിന്നെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ 2 ഗ്ലാസ് ചായ എടുത്തു. പിന്നെ കഴിക്കാൻ വേണ്ടി ഇരുന്നു. എൻ്റെ മുഖം എല്ലാം ഇടിപ്പിച്ചിരിക്കുകയാണ്. തലേ ദിവസം തന്നെ ഒരു സെറ്റിൻ്റെ ഗുളിക വെച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് തൊട്ട് എൻ്റെ മുഖം ഇടിപ്പിച്ചിരിക്കുകയാണ്. മഴ തുടങ്ങിയാൽ പിന്നെ അലർജി ഉണ്ടാകും. ചെറിയ ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാകും. ശ്വാസം മുട്ടലില്ലായിരുന്നു, എന്നാൽ ഭയങ്കര തുമ്മലും ചീറ്റലും രാത്രിയില്ല. പിന്നെ ജീവിതത്തിൽ ഓരോരോ വിഷയങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ ഓർത്തുള്ള മനപ്രയാസം ബുദ്ധിമുട്ടൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ട് എനിക്ക്. പിന്നെ കുഞ്ഞിനാണ് ചേട്ടായുടെ കൂടെ നിന്നാണ് ശാപ്പാട്. ചേട്ടായി കപ്പ ഇടയ്ക്ക് കൊടുക്കുന്നുണ്ട്, കുഞ്ഞിനവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ വീഡിയോ ഒന്നും ചേട്ടായിക്ക് വരാൻ വലിയ താല്പര്യം, അതാണ് മുഖം കാണിക്കാതെ. പിന്നെ ഞാൻ ചേട്ടായി അറിയാതൊക്കെ എടുക്കുന്നതാണ് ഞാൻ ഇടുന്നത്. ഇത് വൈകുന്നേരത്തിന് വേണ്ടിയുള്ള പരിപാടിയാണ്. കഞ്ഞി ഇട്ടു. പിന്നെ വള്ളിപ്പയർ തോരനും വെച്ചു, മീൻ വറുത്തു, മീൻ കറിയും വെച്ചു. കിളിമീനായിരുന്നു മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. ചിക്കൻ കറിയൊക്കെ പകലെടുത്തപ്പോൾ തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം കറിയെല്ലാം വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.